അച്ഛൻ പട്ടാളത്തിലായിരുന്ന കാരണം ആ കുട്ടിക്ക് നിരന്തരം സ്കൂളുകൾ മാറേണ്ടി വന്നു. ഇന്ത്യയാകെ ക്രിക്കറ്റ് ജ്വരം പടർന്നു പിടിക്കുന്ന കാലം. പക്ഷേ അവനിഷ്ടം ഫുട്ബോളായിരുന്നു. അച്ഛനും അമ്മയും ഫുട്ബോളർമാരായിരുന്നതിനാൽ വീട്ടിൽ നിന്നും നല്ല പ്രോത്സാഹനം കിട്ടി. ഫുട്ബോൾ കളിച്ച് സമയം കളയുന്നതിന് പകരം സ്പോർട്സാണ് ലക്ഷ്യമെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പലരും ഉപദേശിച്ചു. പക്ഷേ അവൻ ഫുട്ബോളിൽ തന്നെ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വലിയ താരമാകണം എന്ന ആഗ്രഹമായിരുന്നില്ല അതിന് പിന്നിലെ കാരണം. നല്ല കോളേജിൽ സീറ്റ് ഉറപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പിന്നീട് കോളേജിൽ മാത്രമല്ല, ഇന്ത്യൻ ജനതയുടെ മനസ്സിലാണ് അയാൾ തൻ്റെ സീറ്റ് ഉറപ്പിച്ചത്. ബെയ്ജിംഗ് ബൂട്ടിയയ്ക്കും IM വിജയന് ശേഷം പ്രതിഭാധനായ ഒരു ഫുട്ബോളറായി അയാൾ വളർന്നു. 2 പതിറ്റാണ്ടായി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മുന്നണി പോരാളിയായി അയാൾ ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചു. 150 രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നായി ഇതിഹാസ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും മെസ്സിക്കും പിറകിൽ മൂന്നാമനായി തന്നെ അടയാളപ്പെടുത്തി അയാൾ പുൽമൈതാനങ്ങളോട് വിടവാങ്ങുകയാണ്. ആധുനിക ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അമരക്കാരൻ പടിയിറങ്ങുമ്പോൾ പ്രിയപ്പെട്ട ഛേത്രി, ഇന്ത്യൻ ഫുട്ബോളും ആരാധകരും താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. പ്രതീക്ഷയുടെ ഇത്തിരി വട്ടം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന്.